കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ആയത്തോതുമ്പോൾ ഈ ആയത്തോതിക്കൊണ്ട് റസൂലുള്ള അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം കണ്ടനിറയിൽ പേരോട് പ്രസംഗിച്ചപ്പോൾ അവിടെയും അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹിനോട് അങ്ങനെ ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇബ്നു തൈമിയ്യയുടെയും ഉമർ മൗലവിയുടെയൊക്കെ പുസ്തകം പരിഭാഷ വായിച്ചുകൊണ്ട് കിതാബ് വായിച്ചിട്ട് ഇൽമ ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാൻ റസൂലുള്ളാഹിനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇൽമ ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ എന്നുള്ള ആയത്ത് അതിന് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാനുള്ളത് എന്നാൽ ഇൽമ മാത്രമാണോ ചോദിക്കാവൂ? റസൂലുള്ള ചോദിച്ചത് അതാണ്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൽമ മാത്രം ചോദിക്കാം, വേറെ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് നമുക്കൊന്ന് സമ്മതിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ വേദി അത്തരം ഒരു നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അങ്ങനെയെങ്കിലും സമ്മതിച്ചു കിട്ടിയാൽ, അഥവാ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന്റെ അർത്ഥം അവരെ ദുആ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി എന്നെങ്കിലും ഒന്ന് സമ്മതിച്ചു കിട്ടുകയാണെങ്കിൽ പിന്നെ ആ വിഷയം ചർച്ച ചെയ്താൽ മതിയല്ലോ. നമുക്ക് ആ വിഷയം ഒരു വ്യവസ്ഥ തയ്യാറാക്കി അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു സംവാദം നടത്താം. പക്ഷേ സമ്മതിക്കൂല, എന്തും ചോദിക്കാമെന്നാണ് വാദിച്ചിരിക്കുന്നത്. ഹിദായത്ത് അവർ തരും, അവർ നേരിട്ട് തരും, അവർക്കതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവർ ദുആ ചെയ്യുക എന്നതാണോ? ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ ചെയ്യാൻ പറയുന്നത് പോലെ മരിച്ചുപോയ ഒരാളോട് ദുആ ചെയ്യാൻ പറയുക എന്നത് മാത്രമാണോ ഇതിലുള്ള നമ്മുടെ വിഷയം ഈ ഇസ്തിഗാസ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ ചെയ്യാൻ പറയുന്നത് പോലെ മരിച്ചുപോയ ഒരാളോട് ദുആ ചെയ്യാൻ പറയാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെയല്ല, അതിന് പ്രത്യേകമായ ഒരു വേദി നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആ വിഷയത്തെ സംബന്ധിച്ച് നല്ലൊരു വിശകലനം നടത്താം. പക്ഷെ അത് മാത്രമാണെന്ന് സമ്മതിക്കൂ? ഇല്ല, എന്തും ചോദിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ അവസരത്തിനൊത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ആശയപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള ഇസ്തിഗാസ അതെന്താണ് എന്ന് ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ പ്രസംഗിച്ച വിഷയത്തിലെ ഏത് വിഷയവും നിങ്ങൾക്ക് ചോദിക്കാം. അഥവാ എന്റെ പ്രസംഗം, തോട്ടുമുഖത്ത് നടന്ന പ്രസംഗം, അതാണ് ഇവിടുത്തെ ചർച്ചയുടെ വിഷയം. സംവാദമല്ല, ചർച്ചയുടെ വിഷയം എന്റെ പ്രസംഗമാണ്. ഞാൻ പ്രസംഗിച്ചപ്പോൾ അത് തുടങ്ങുന്നത് മുതൽക്ക് അവസാനം വരെ, എന്റെ പ്രസംഗം തീരുന്നത് വരെ എന്തൊക്കെ വിഷയങ്ങളാണ് ഞാനിവിടെ ചർച്ച ചെയ്തത്, വിഷയമായി എടുത്തത്, അതൊക്കെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഉണർത്തുകയാണ്, ഈ ചർച്ച അല്ലെങ്കിൽ ഇവിടെ ഈ ചോദ്യോത്തര വേള സംഘടിപ്പിക്കാനുള്ള കാരണം പ്രധാനമായും ആ പ്രസംഗത്തിലെ ഇവിടെ ചുരുങ്ങിയ ആളുകൾക്ക് മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ചോദിച്ചറിയാനാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അവർ ആവശ്യപ്പെട്ടത് ഞാൻ മാത്രമേ മറുപടി പറയാവൂ എന്ന്. ഞാൻ മാത്രമേ ഇൻഷാ അല്ലാഹ് മറുപടി പറയുകയുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പ്രസംഗത്തിൽ പരാമർശിച്ച വിഷയം അത് ഏതാണ് എങ്കിൽ അത് ആദ്യം നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ ഇന്ന സംശയമുണ്ട് എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷേ പ്രസംഗത്തിൽ നിന്ന് പുറത്തു ചാടി ചോദിച്ചാൽ അതിന് ഇൻഷാ അല്ലാഹ് വേറെ വേദി ഉണ്ടാക്കണം. അതേസമയം പ്രസംഗത്തിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത്. പ്രസംഗത്തിലെ പരാമർശം ആദ്യമായി ഉദ്ധരിച്ചുകൊണ്ട് ഈ പരാമർശം നിങ്ങൾ നടത്തിയതാണ്, ഇതിന്റെ ആശയം എന്താണ് എന്ന് ചോദിക്കുക. ചോദിച്ചറിയാനാണല്ലോ നാം ഇവിടെ കൂടിയിരിക്കുന്നത്, സംവാദം നടത്താനല്ല. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ പ്രസംഗിച്ച വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി പറയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ച ഇത് ഉപകരിക്കണം. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ എന്ന കടുത്ത വലാലത്ത് അത് ഈ സമുദായത്തിൽ നിന്ന് ദൂരീകരിക്കണം. വിശ്വാസികളെ അല്ലാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടണം. ആളുകൾ അല്ലാഹുവേ എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ, എനിക്ക് ഹിദായത്ത് നൽകണേ, എനിക്ക് പുറത്തു തരണമേ, എനിക്ക് സ്വർഗം നൽകണമേ, എന്നെ നീ കാക്കണമേ തമ്പുരാനെ
എനിക്ക് സുഖം നൽകണമേ എന്നൊക്കെ റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിച്ചിരുന്ന ആ മുസ്ലിമീങ്ങളെ അതേ അവസ്ഥയിലേക്ക് തന്നെ മടക്കണം. അതാണ് ഇവിടെ നമ്മുടെ ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ ചോദ്യോത്തര വേളയുടെ ലക്ഷ്യം എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം, എന്റെ വിഷയത്തിലെ എന്റെ പ്രസംഗത്തിലെ ഏത് പരാമർശവും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ ഈ സമുദായത്തെ ഈ വലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് വളരെ ആത്മാർത്ഥമായി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പ്രാർത്ഥിക്കാം എന്ന് കാണിക്കുന്ന ഒരായത്ത് ഉദ്ധരിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ, ഞാൻ ഇവരോട് പറയല്ല, ആർക്കെങ്കിലും ഈ സമുദായത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന് സാധിക്കുമെങ്കിൽ നമുക്കത് സമ്മതിക്കാം. മരിച്ചുപോയ മഹാത്മാക്കളോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം.